ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. ഈ വീഡിയോയിൽ പറയുന്നത് 6ാം ക്ലാസ്സിൻ്റെ മലയാളം സെക്കൻഡ് അടിസ്ഥാന പാഠാവലി വിഷയത്തിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഓണം എക്സാമിൻ്റെ. സോ നമുക്കിവിടെ ചോദ്യങ്ങൾ നോക്കാം. 6 ചോദ്യങ്ങൾക്കാണ് നിങ്ങൾ ഉത്തരം എഴുതേണ്ടത്. എല്ലാ ഉപചോദ്യങ്ങൾക്കും ഉത്തരം എഴുതണം. ഒന്നാമത്തേത് പ്രവർത്തനം വായിക്കാം എഴുതാം എന്നാണ്. നിങ്ങൾക്ക് ആദ്യത്തെ പ്രവർത്തനം വരുന്നത് പുറത്തു നിന്ന് ഒരു പാരഗ്രാഫ് നൽകിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ താഴെ ചോദിക്കും. സോ നിങ്ങൾ ശ്രദ്ധിച്ച് ഈ ഖണ്ഡിക വായിക്കണം. ഇതിലാണ് നിങ്ങൾക്ക് താഴെയുള്ള ചോദ്യങ്ങളുടെ ഉത്തരമുണ്ടാവുക. ഓക്കെ, ഇവിടെ ഈ ഒരു പേപ്പറിലും ആദ്യത്തെ ചോദ്യം വരുന്നത് ഒരു പാരഗ്രാഫ് നൽകിയിട്ട് അത് വായിച്ചിട്ട് ഉത്തരം എഴുതാനാണ്. നമുക്കിവിടെ വായിക്കാം. പാരിസ്ഥിതികാവബോധത്തിന്റെ കാവ്യലോകം. മലയാള കവിതയിൽ പാരിസ്ഥിതികാവബോധം വളർത്തുന്നതിൽ നിരവധി കവികൾ അവരുടെ പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും സുഗതകുമാരിയോളമാകുന്നില്ല. കാടിനും കാട്ടുജീവികൾക്കും മരത്തിനും പുഴയ്ക്കും മണ്ണിനും വേണ്ടി സുഗതകുമാരി എഴുതിയിട്ടുള്ള കവിതകൾ മാത്രം 200-ന് അടുത്തു വരും. ഏതെങ്കിലും തരത്തിൽ പരിസ്ഥിതി ബന്ധം പുലർത്തുന്നവയാണ് മിക്ക കവിതകളും. പ്രകൃതിയിലെ ജൈവ വൈവിധ്യങ്ങളെയെല്ലാം അക്ഷരാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പോരുന്നതാണ് ആ കാവ്യലോകം. മരത്തിനു സ്തുതി, കുറിഞ്ഞിപ്പൂക്കൾ, സൈലന്റ് വാലി, അട്ടപ്പാടിയെ സ്വപ്നം കണ്ടു ഞാനിന്നും, കൈവെക്കൽ, വനരോധനം, തെംസ് നദിയോട്, മരങ്ങൾ, തുലാവർഷപ്പച്ച, കാലിഫോർണിയ കാടുകളിൽ തുടങ്ങി നിരവധി കവിതകൾ പ്രകൃതി സ്നേഹത്തിന്റെ വാഗ്മയ ചിത്രം സൃഷ്ടിക്കുന്നതായി എടുത്തു പറയാനുണ്ട്. സൈലന്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് വനപ്രകൃതിയുമായി നിരന്തരം പരിചയിച്ചതിന്റെ അനുഭവ സാക്ഷ്യമായി നിൽക്കുന്ന കവിതകൾ തന്നെ ഏറെയുണ്ട്. പരിസ്ഥിതി ഒരു ശാസ്ത്ര വിഷയം എന്ന നിലയ്ക്കല്ല, ജീവന മണ്ഡലം എന്ന നിലയിലാണ് സുഗതകുമാരിയുടെ കവിതകളിൽ നിറയുന്നത്. അതുകൊണ്ടാണ് മനുഷ്യനുള്ളത്രയും പ്രാധാന്യം ആനയ്ക്കും സിംഹവാലൻ കുരങ്ങിനും നായയ്ക്കും എലിക്കും കാക്കയ്ക്കും മരത്തിനും പുല്ലിനും മലയ്ക്കും പുഴയ്ക്കും കവി നൽകുന്നത്. ഇത്രയുമാണ് നിങ്ങൾക്കിവിടെ നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് താഴെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നമുക്ക് വായിക്കാം. ചോദ്യം: മലയാള കവിതയിൽ ഏത് മേഖലയിലാണ് സുഗതകുമാരി കൂടുതലായി ഇടപെട്ടിട്ടുള്ളത്? ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ദേശഭക്തി വളർത്തുന്നതിൽ, പാരിസ്ഥിതികാവബോധം വളർത്തുന്നതിൽ, സ്നേഹഗായിക എന്ന നിലയിൽ, കടലോര ജീവിതം ആവിഷ്കരിക്കുന്നതിൽ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി ആണ്. പാരിസ്ഥിതികാവബോധം വളർത്തുന്നതിൽ ഓപ്ഷൻ ബി ടിക്ക് ചെയ്യുക. ഇനി ബി ചോദ്യമാണ്. താഴെ കൊടുത്തവയിൽ സുഗതകുമാരിയുടെ കവിതയല്ലാത്തത് ഏത്? കുറിഞ്ഞിപ്പൂക്കൾ, തുലാവർഷപ്പച്ച, മഗ്ദലന മറിയം, വനരോധനം. ഇവിടെ ഈ എയും ബിയും ഡിയും നിങ്ങൾക്ക് ഓൾറെഡി പാരഗ്രാഫിൽ നൽകിയിട്ടുണ്ട്. സി ആണ് നൽകാത്തത്. സോ ശരിയായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ സി ആണ്. അടുത്തത് ചോദ്യം സി ആണ്. സുഗതകുമാരിയുടെ കവിതകളുടെ പ്രത്യേകതയായി ഉയർത്തിക്കാട്ടുന്നത് താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനയാണ്? 1. പ്രകൃതിയിലെ ജൈവ വൈവിധ്യങ്ങളെ ഒന്നും ഉൾക്കൊള്ളാൻ അവർക്കായില്ല. 2. നിരവധി കവിതകളിൽ പ്രകൃതി സ്നേഹം നിറഞ്ഞു നിൽക്കുന്നതായി കാണാം. ഇവിടെ രണ്ടാമത്തേതാണല്ലേ ശരിയായിട്ടുള്ളത്. 2 ശരി, അതായത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ഡി ചോദ്യം. വായനാ ഭാഗത്തിലെ ആശയങ്ങളെ ക്രമപ്പെടുത്തിയാൽ ശരിയാകുന്ന ക്രമം. 1. സൈലന്റ് വാലി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതിന്റെ അനുഭവം സുഗതകുമാരിക്കുണ്ട്. പ്രകൃതിയിലെ എല്ലാറ്റിനും വേണ്ടി നിലകൊണ്ട കവിയായിരുന്നു സുഗതകുമാരി. മനുഷ്യനുള്ളത്ര പ്രാധാന്യം തന്നെ മറ്റു ജീവജാലങ്ങൾക്കുമുണ്ടെന്ന് സുഗതകുമാരി മനസ്സിലാക്കി. പരിസ്ഥിതി വിഷയം ഒരു ശാസ്ത്ര വിഷയം മാത്രമല്ലെന്നു സുഗതകുമാരിക്ക് അറിയായിരുന്നു. ഇത് നിങ്ങൾക്ക് പാരഗ്രാഫിൽ നൽകിയിട്ടുള്ള ഓർഡറിൽ വെച്ചിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ശരിയായിട്ടുള്ള ഓർഡർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2, 1, 4, 3. ഇനി രണ്ടാമത്തെ ചോദ്യം പോസ്റ്റർ ആണ്. കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് 200 വർഷത്തിനടുത്ത് ചരിത്രമുണ്ട്. സെപ്റ്റംബർ 14 ഗ്രന്ഥശാല ദിനത്തോടനുബന്ധിച്ച് വിദ്യാലയത്തിൽ നടത്താവുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാവാം? സ്കൂളിൽ പ്രദർശിപ്പിക്കാനായി പോസ്റ്റർ തയ്യാറാക്കുക. നമ്മൾ പോസ്റ്റർ എഴുതുമ്പോൾ ആകർഷകമായിട്ടുള്ള ഒരു തലക്കെട്ട് നൽകണം. ചുരുക്കവും വ്യക്തവുമായ വാക്യങ്ങൾ ഉപയോഗിക്കണം. ഒരുപാട് ഇങ്ങനെ എഴുതി പോവരുത്, ചുരുക്കമായിരിക്കണം. പക്ഷെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ അതിൽ പറയണം. തീയതി, സമയം, സ്ഥലം എന്നിവ വ്യക്തമായി നൽകണം. ആകർഷകമായ മുദ്രാവാക്യങ്ങളും ചിത്രങ്ങളും ഉൾപ്പെടുത്തണം. ഇവിടെ പോസ്റ്റർ തയ്യാറാക്കാം. കോളം വരച്ച് കോളത്തിന്റെ ഉള്ളിലായിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഏറ്റവും വലിയൊരു ഹെഡിങ് ആയിട്ട് നമ്മൾ വായനയാണ് ലഹരി എന്ന് എഴുതി. സെപ്റ്റംബർ 14 ഗ്രന്ഥശാല ദിനം.
വായിച്ച് വളരുക, ചിന്തിച്ച് വിവേകം നേടുക. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് 200ഓളം വർഷത്തെ സന്നദ്ധ ചരിത്രമുണ്ട്. സ്കൂൾ ലൈബ്രറി കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ വിദ്യാലയത്തിൽ നടക്കുന്ന വിപുലമായ പുസ്തക പ്രദർശനത്തിലേക്കും വായനാ വാരത്തിലേക്കും എല്ലാവരെയും സ്വാഗതം. തീയതി സെപ്റ്റംബർ 14, സ്ഥലം സ്കൂൾ ഓഡിറ്റോറിയം. ഓക്കെ, നമ്മൾ ഇത്രയുമാണ് പോസ്റ്ററിൽ എഴുതിയിട്ടുള്ളത്. ഇനി അടുത്തത് ബി ചോദ്യമാണ്. മാതൃഭാഷയെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? 1. മാതൃഭാഷ എന്ന വാക്കിൽ അർത്ഥം മാത്രമല്ല ഭാവവും അടങ്ങിയിരിക്കുന്നു. ചോദ്യം 2. തീക്ഷ്ണമായ വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ മാതൃഭാഷയ്ക്ക് പങ്കില്ല. 3. അനുഭവങ്ങൾക്കപ്പുറം അനുഭൂതിയും നൽകാൻ കഴിയുന്നത് മാതൃഭാഷയ്ക്കാണ്. 4. ഭാവനാപരമായ ഒരു ജീവിതത്തിന് മാതൃഭാഷയുടെ ആവശ്യമില്ല. രണ്ടാമത്തേതും നാലാമത്തതും പ്രസ്താവനയാണ് മാതൃഭാഷയുമായി സംബന്ധിച്ച് ശരിയല്ലാത്തത്. സോ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. സോ നമ്മുടെ കറക്റ്റ് ആൻസർ 2ഉം 4ഉം എന്നാണ്. അതായത് ഓപ്ഷൻ ഡി 2ഉം 4ഉം ശരി എന്നാണ് കറക്റ്റ് ആൻസർ. അടുത്ത സി ചോദ്യം. താഴെ കൊടുത്തവയിൽ തെറ്റായ പ്രസ്താവന ഏത്? എ. കണക്കു പരീക്ഷയിൽ ഒന്നാമനായത് അവന്റെ കുശലത്വം കൊണ്ട് മാത്രമാണ്. 2. കളിയിലുള്ള കുശലത്വമാണ് അവരെ വിജയിക്കാൻ സഹായിച്ചത്. സി. കുശലത്വം ആവശ്യമില്ലാത്ത കളിയാണ് ചെസ്. ഡി. ശില്പിയുടെ കുശലത്വം ശില്പങ്ങളിൽ മനസ്സിലാക്കാം. ഇതിൽ തെറ്റായ പ്രസ്താവന കുശലത്വം ആവശ്യമില്ലാത്ത കളിയാണ് ചെസ് എന്നാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത് ചുവടെ കൊടുത്ത 3-ൽ എ 3-ൽ ബി എന്നീ 2 ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു മാത്രം ഉത്തരം എഴുതുക. 3-ലെ എ ചോദ്യം വിശകലന കുറിപ്പാണ്. നിങ്ങൾക്ക് അവിടെ നന്മ മലയാളം എന്ന കവിതയിലെ വരികൾ നൽകിയിട്ടുണ്ട്. ബാലമുരളി കൃഷ്ണൻ TR ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഞാനും ഈ മണ്ണിൻ്റെ അവകാശിയാണെന്ന് 4 പേർ കേൾക്കെ പറയുവാൻ കുഞ്ഞെ നിനക്കുമുണ്ടൊരു ഭാഷ വരവായി മരണമില്ലാത്ത മലയാളം. അടുത്തത് പഞ്ചവർണ്ണ കിളിയാണ് ഒളപ്പമണ്ണ. കയുത്തിലെ നാനാവർണ്ണവും നറുനീരിനുൾ കുളിരൊലിയും ചേർന്നെന്നും ഈ മലയാളം മധുരിക്കുന്നു പച്ചക്കിളി നിൻ കൊക്കായ്ത്തുന്ന മലരും കനിയുമുൾ തേനുമീ മലയാളം. മുകളിൽ നൽകിയ കവിതാ ഭാഗങ്ങൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് ചോദ്യം. വിശകലന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ ഇവിടെ നൽകിയിട്ടുള്ള 2 കവിതയും വിശകലനം ചെയ്ത് അതിലെന്താണ് പറയുന്നത് അത് എഴുതണം. എന്നിട്ട് അടുത്ത പാരഗ്രാഫ് ആക്കിയിട്ട് ഇതിൽ എന്തെങ്കിലും സാമ്യമുണ്ടോ, ഒരേ കാര്യമാണോ പറയുന്നത് അല്ലെങ്കിൽ വ്യത്യസ്തമാണോ എന്നും കൂടി നിങ്ങൾ എഴുതണം. നമുക്ക് ഉത്തരം എഴുതാം. ബാലമുരളി കൃഷ്ണൻ TR രചിച്ച നന്മ മലയാളം എന്ന കവിതയിൽ മലയാള ഭാഷയോടുള്ള സ്നേഹവും അഭിമാനവും മനോഹരമായി അവതരിപ്പിക്കുന്നു. മലയാളം നമ്മുടെ മണ്ണിനോടും ജീവിതത്തോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്ന ഭാഷയാണ്. അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സ്നേഹവും കരുതലും പോലെ മലയാളവും നമുക്ക് ലഭിച്ച അമൂല്യമായ വരദാനമാണെന്ന് കവി സൂചിപ്പിക്കുന്നു. സ്വന്തം ഭാഷയെ സ്നേഹിക്കുകയും അഭിമാനത്തോടെ സംസാരിക്കുകയും ചെയ്യണമെന്ന് ഈ കവിത നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അടുത്ത പാരഗ്രാഫ് ആയിട്ട് ഒളപ്പമണ്ണ രചിച്ച പഞ്ചവർണ്ണ കിളി എന്ന കവിതയിൽ മലയാള ഭാഷയുടെ മാധുര്യവും സൗന്ദര്യവും കവി പ്രകൃതിയുടെ മനോഹാരിതയുമായി ചേർത്താണ് അവതരിപ്പിക്കുന്നത്. പൂക്കളുടെയും കായ്കളുടെയും തേന്റെയും മാധുര്യം പോലെ മലയാളത്തിനും മധുരമുണ്ടെന്ന് കവി അനുഭവിപ്പിക്കുന്നു. മലയാളത്തിന്റെ വിവിധ ഭാവങ്ങളും ശബ്ദമാധുര്യവും മനോഹരമായ ദൃശ്യങ്ങളിലൂടെ വായനക്കാരന്റെ മനസ്സിൽ നിറയ്ക്കുകയാണ് കവി ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 2 കവിതയിലെയും ആശയം പറഞ്ഞു. ഇനി ഇത് തമ്മിൽ വിശകലനം ചെയ്താണ് അടുത്ത പാരഗ്രാഫ് എഴുതുന്നത്. ഈ 2 കവിതകളിലും മലയാള ഭാഷയോടുള്ള ആഴമായ സ്നേഹവും ആദരവുമാണ് പ്രധാനമായി കാണുന്നത്. നന്മ മലയാളം, മലയാളം നമ്മുടെ സ്വന്തം ഭാഷയും അമൂല്യമായ പൈതൃകവുമാണെന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോൾ പഞ്ചവർണ്ണക്കിളി മലയാളത്തിന്റെ മാധുര്യവും സൗന്ദര്യവും അനുഭവിപ്പിക്കുന്നു. അവതരണ രീതി വ്യത്യസ്തമാണെങ്കിലും മലയാളത്തെ സ്നേഹിക്കാനും അതിന്റെ മഹത്വം മനസ്സിലാക്കാനും പ്രേരിപ്പിക്കുന്നു എന്നതാണ് 2 കവിതകളുടെയും പൊതുവായ സവിശേഷത. ഈ 2 കവിതകളും മലയാള ഭാഷയുടെ മഹത്വം തിരിച്ചറിയാനും അതിനെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും നമുക്ക് പ്രചോദനം നൽകുന്നു. സ്വന്തം ഭാഷയെ അഭിമാനത്തോടെ ഉപയോഗിക്കുകയും വരും തലമുറകൾക്ക് അതിന്റെ മാധുര്യം പകർന്നു നൽകുകയും ചെയ്യേണ്ടതിന്റെ പ്രാധാന്യമാണ് കവിതകൾ ഓർമ്മിപ്പിക്കുന്നത്. ഇനി 3-ലെ ബി ക്വസ്റ്റ്യൻ ആണ്. അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷതൻ നിന്നു താൻ കേൾക്ക വേണം. എൻ്റെ ഭാഷ വെള്ളത്തോൾ. കവിതയിലെ വരികളുടെ ആശയം മനസ്സിലാക്കി അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക.
സോ ഇവിടെ വള്ളത്തോൾ പറയുന്നത് എന്താണ്, നമുക്ക് ഏതൊരു കാര്യവും ഹൃദയത്തിൽ തൊടണമെങ്കിൽ, ഹൃദയത്തിൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ നമ്മുടെ മാതൃഭാഷയിൽ തന്നെ കേൾക്കണം എന്നാണ്. എങ്കിലാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം, ആശയം നമ്മുടെ ഹൃദയത്തിലേക്ക് സ്പർശിക്കാൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായവുമാണ് നമ്മോട് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എഴുതാം. വള്ളത്തോൾ നാരായണ മേനോന്റെ എൻ്റെ ഭാഷ എന്ന കവിതയിലെ ഈ വരികൾ മാതൃഭാഷയുടെ പ്രാധാന്യവും മനോഹരമായി വിവരിക്കുന്നു. ഏത് വേദമോ ഏത് ശാസ്ത്രമോ ഏത് കാവ്യമോ ആയാലും അവ നമ്മുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണമെങ്കിൽ അത് നമ്മുടെ സ്വന്തം ഭാഷയിൽ കേൾക്കണം എന്നാണ് കവി പറയുന്നത്. മാതൃഭാഷയ്ക്ക് നമ്മുടെ മനസ്സിനോട് പ്രത്യേകമായ അടുപ്പമുണ്ട്. അതുകൊണ്ട് മറ്റൊരു ഭാഷയിൽ ഉള്ള അറിവ് കേൾക്കുമ്പോൾ നാം പൂർണ്ണമായി മനസ്സിലാക്കണമെന്നില്ല. എന്നാൽ സ്വന്തം ഭാഷയിൽ കേൾക്കുമ്പോൾ വാക്കുകളുടെ അർത്ഥം എളുപ്പത്തിൽ ഗ്രഹിക്കാൻ കഴിയും. അവ നമ്മുടെ ചിന്തയുമായി ചേർന്നു ഹൃദയത്തിൽ ആഴത്തിൽ സ്ഥാനം നേടുകയും ചെയ്യും. അതുകൊണ്ടാണ് കവി ഹൃദയത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷയിൽ കേൾക്കണം എന്ന് ഊന്നി പറയുന്നത്. മാതൃഭാഷ നമുക്ക് ചിന്തിക്കാൻ, സംസാരിക്കാൻ, സ്നേഹം പങ്കുവെക്കാൻ കഴിയുന്ന ഭാഷയാണ്. നമ്മുടെ സംസ്കാരം, ചരിത്രം, ആചാരങ്ങൾ, പാരമ്പര്യം എല്ലാം മാതൃഭാഷയിലൂടെയാണ് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിനാൽ മാതൃഭാഷയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും പഠനത്തിലും ജീവിതത്തിലും അതിന് അർഹമായ പ്രാധാന്യം നൽകുകയും വേണം. ആകെ പറഞ്ഞാൽ ഏത് ഉയർന്ന അറിവും സ്വന്തം ഭാഷയിൽ ഉൾക്കൊള്ളുന്ന സമയമാണ് അതിൻ്റെ സൗന്ദര്യം നമുക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ കഴിയുന്നത്. അതിനാൽ നമ്മുടെ മാതൃഭാഷയെ മറക്കാതെ സംരക്ഷിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നത് ഓരോരുത്തരുടെയും കടമയാണ്. അടുത്ത ചോദ്യം നോക്കാം. 4 A ചോദ്യം B ചോദ്യമുണ്ട്. ഏതെങ്കിലും ഒന്നിന് മാത്രം നിങ്ങൾ ആൻസർ ചെയ്താൽ മതി എന്നാണ്. ആദ്യം 4 A ചോദ്യം നോക്കാം. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. ഇവിടെ നിങ്ങൾക്കൊരു കവിത നൽകിയിട്ടുണ്ട്. പ്രഭാതത്തിൽ എന്നാണ് കവിതയുടെ പേര്. വെളിച്ചമേകും ചെങ്കതിരൗന്റെ പൊന്നിൻ കിരണവുമായി ചിരിച്ചു നിൽക്കും തെച്ചിപ്പൂവിൻ തുടുത്ത ഇതളുകളായി പറന്നു വന്നൊരു പൂമ്പാറ്റയുടെ ഉടുപ്പുകളായി തെന്നിപ്പാറും കുസൃതിക്കാറ്റിൻ ഒരു ഗന്ധവുമായി പുതിയ നിറങ്ങൾ, പുതിയ മണങ്ങൾ, പുതിയ വിശേഷവുമായി പുതിയ വിളക്കുകൾ തെളിച്ചുകൊണ്ട് ഈ പ്രഭാതമെത്തുമ്പോൾ മനസ്സിലെത്തി പുതു ചിന്തകൾ, പുത്തൻ മോഹങ്ങൾ വിരിഞ്ഞു വരുമൊരു ചിന്തകളൊക്കെ കുറിച്ചു വെച്ചപ്പോൾ വരികൾക്കിടയിൽ മറഞ്ഞിരുന്നൊരു കവിത ചിരിക്കുന്നു. അനാമിക KH എഴുതിയിട്ടുള്ള കവിതയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ലളിതമായിട്ടുള്ള ഭാഷയിൽ രചിച്ചിട്ടുള്ള കവിതയാണ്. നമുക്ക് ഈ കവിത വായിക്കുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം ലളിതമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രഭാത വർണ്ണന നിറഞ്ഞു നിൽക്കുന്ന ഈ കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് നിങ്ങളോടുള്ള ചോദ്യം. എങ്ങനെയാണ് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്? അതിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും കൊടുക്കാം. നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് എന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ലിങ്ക് അയച്ചു തരാം. സോ ഒരു ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യം തന്നെ ആരാണ് രചിച്ചത്, ഏത് കവിതയാണ് ഇത്, പേരറിയുമെങ്കിൽ ആദ്യത്തെ വരിയിൽ തന്നെ നിങ്ങൾ അത് കൊടുക്കണം. എന്നിട്ട് ഈ കവിതയിൽ എന്താണ് പറയുന്നത്, മൊത്തത്തിലുള്ള ഒരു ആശയം ഒരു വരിയിലായിട്ട് നിങ്ങൾ അവിടെ ആദ്യത്തെ പാരഗ്രാഫിൽ കൊടുക്കണം. എന്നിട്ട് അടുത്ത പാരഗ്രാഫിലായിട്ട് ഈ വരികളുടെ ആശയം, ഈ കവിതയുടെ ആശയം നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് എന്ന് കൊടുക്കണം. പിന്നെ അടുത്ത പാരഗ്രാഫായിട്ട് ഇവിടെ എന്തെങ്കിലും താളഭംഗി, ഭാഷാഭംഗി, ഭാഷാരീതി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പ്രാസഭംഗി അതൊക്കെ പറയണം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരി എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെട്ടത് എന്ന് എഴുതണം. ഏറ്റവും അവസാനം ചുരുക്കത്തിൽ ഈ കവിത നമ്മോട് എന്താണ് പങ്കുവെക്കുന്നത്. ഇത്രയുമാണ് നിങ്ങൾ ഒരു ആസ്വാദനക്കുറിപ്പിൽ എഴുതേണ്ടത്. നമുക്ക് എഴുതാം. അനാമിക KH രചിച്ച പ്രഭാതത്തിൽ എന്ന കവിത മനോഹരമായ ഒരു പ്രഭാതത്തിന്റെ കാഴ്ചകളും അനുഭവങ്ങളും അവതരിപ്പിക്കുന്ന കവിതയാണ്. പുതിയൊരു ദിവസത്തിന്റെ വരവിനൊപ്പം പ്രകൃതിയിലും മനുഷ്യന്റെ മനസ്സിലും ഉണ്ടാകുന്ന ഉണർവാണ് കവിതയുടെ പ്രധാന ആശയം. പ്രഭാതം നൽകുന്ന സന്തോഷവും പുതുമയും കവി വളരെ മനോഹരമായി അവതരിപ്പിക്കുന്നു. ചെങ്കതിരിന്റെ പൊൻകിരണങ്ങളും തെച്ചിപ്പൂവിന്റെ ചുവപ്പും പൂമ്പാറ്റയുടെ വർണ്ണങ്ങളും കുസൃതിക്കാറ്റിന്റെ സുഗന്ധവുമെല്ലാം ചേർന്നാണ് കവിതയിലെ പ്രഭാതം രൂപപ്പെടുന്നത്. പ്രഭാതത്തിൽ പ്രകൃതിക്ക് പുതിയ നിറങ്ങളും മണങ്ങളും വിശേഷങ്ങളും ലഭിക്കുന്നതായി കവി പറയുന്നു. ഈ മനോഹരമായ കാഴ്ചകൾ മനുഷ്യന്റെ മനസ്സിലും പുതിയ ചിന്തകളും പുതിയ മോഹങ്ങളും ഉണർത്തുന്നു. അങ്ങനെ മനസ്സിൽ വിരിയുന്ന ചിന്തകൾ എഴുതി വെക്കുമ്പോൾ അവയ്ക്കിടയിൽ ഒരു കവിത രൂപപ്പെടുന്നതായുള്ള മനോഹരമായ ഭാവനയിലാണ് കവിത അവസാനിക്കുന്നത്. കവിതയുടെ ഭാഷ ലളിതവും മധുരമുള്ളതുമാണ്. പ്രകൃതിയിലെ നിറങ്ങളെയും മണങ്ങളെയും കാഴ്ചകളെയും പരിചിതമായ വാക്കുകളിലൂടെ കവി അവതരിപ്പിച്ചിരിക്കുന്നു. പുതിയ എന്ന വാക്കിന്റെ ആവർത്തനം പ്രഭാതത്തിന്റെ പുതുമ കൂടുതൽ വ്യക്തമാക്കുന്നു. പൂക്കൾ, പൂമ്പാറ്റ, കാറ്റ്, സൂര്യകിരണം,
തുടങ്ങിയ മനോഹരമായ ബിംബങ്ങൾ കവിതയ്ക്ക് കൂടുതൽ ഭംഗി നൽകുന്നു. താളത്തോടെ വായിക്കുമ്പോൾ കവിതയുടെ മാധുര്യം കൂടുതൽ അനുഭവിക്കാനാകും. മനസ്സിലെത്തി പുതുപുതു ചിന്തകളും പുത്തൻ മോഹങ്ങളും വിരിയുന്നതും അവയിൽ നിന്ന് ഒരു കവിത പഠിക്കുന്നതുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആശയം. കാരണം പ്രകൃതിയുടെ സൗന്ദര്യം നമ്മുടെ മനസ്സിൽ സന്തോഷവും പുതിയ ചിന്തകളും ഉണർത്തുമെന്ന് അത് കാണിച്ചു തരുന്നു. ഒരു സാധാരണ പ്രഭാതത്തെയും സൃഷ്ടിപരമായ ഒരു അനുഭവമാക്കി മാറ്റാൻ കവിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മൊത്തത്തിൽ പ്രഭാതത്തിൽ എന്ന കവിത പ്രകൃതിയുടെ സൗന്ദര്യവും പ്രഭാതത്തിന്റെ പുതുമയും മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന ഉണർവും പങ്കുവെക്കുന്ന മനോഹരമായ കവിതയാണ്. പുതിയൊരു പ്രഭാതം പുതിയ പ്രതീക്ഷകളും ചിന്തകളും സ്വപ്നങ്ങളും നൽകുന്നു എന്ന നല്ല സന്ദേശമാണ് കവിത നമുക്ക് നൽകുന്നത്. അടുത്തത് 4-ലെ ബി ചോദ്യവും ആസ്വാദനക്കുറിപ്പാണ്. ആസ്വാദനക്കുറിപ്പ് എങ്ങനെ തയ്യാറാക്കാം എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സോ ഇവിടെ വിളിച്ചാൽ നീ വരുമെങ്കിൽ എന്ന കവിതയാണ്. വിളിക്കുമ്പോൾ വരാറുള്ള കിളിക്കുഞ്ഞെ, നിനക്കിപ്പോൾ മയത്തുള്ളി ചിഞ്ചിലങ്ങൾ പഠിക്കാനുണ്ടോ? കേക്കെങ്ങാൻ പെയ്തു തോരും മയപ്പാട്ടിൻ മുഴക്കങ്ങൾ കളിക്കൂട്ടിൽ കാതോർത്തു കിടക്കാറുണ്ടോ? വടക്കെങ്ങാൻ കതിർ തേടി പറക്കുന്ന കിളിക്കൂട്ടം വിരുന്നെത്തും സായാഹ്നം കൊതിക്കാറുണ്ടോ? പടിഞ്ഞാറൻ കടൽക്കത്തിരമ്പുന്ന താളമേളം കുളിർ പെയ്യും പൂനിലാവിൽ ലയിക്കാറുണ്ടോ? PK ഗോപിയാണ് രചിച്ചിട്ടുള്ളത്. കവിതയുടെ ആശയം, മനോഹരമായ പ്രയോഗങ്ങൾ എന്നിവ കണ്ടെത്തി നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കൂടി ചേർത്ത് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. സോ ഒരു ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് എക്സാമിന് നിർബന്ധമായിട്ടും ചോദിക്കും. ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് എഴുതേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ ഓർഡറൊക്കെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. നമുക്ക് എഴുതാം. മലയാളത്തിലെ പ്രശസ്ത കവി PK ഗോപി എഴുതിയ മനോഹരമായ കവിതയാണ് പ്രഭാതത്തിൽ. നിങ്ങൾ ഏതൊരു ആസ്വാദനക്കുറിപ്പും ഇങ്ങനെയാണ് തുടങ്ങേണ്ടത്. എഴുതിയ ആരാണെന്നും കവിതയുടെ പേരും തുടക്കത്തിൽ തന്നെ ഉണ്ടാവണം. നിങ്ങൾക്ക് കവിയെക്കുറിച്ച് അറിയില്ലെങ്കിൽ മലയാളത്തിലെ പ്രശസ്ത കവി, പ്രശസ്ത എഴുത്തുകാരൻ, മനോഹരമായിട്ടുള്ള കവിത എന്നൊക്കെ നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. പ്രകൃതിയെയും കിളികളെയും മഴയെയും കാറ്റിനെയും സ്നേഹത്തോടെ കാണുന്ന കവിയുടെ മനസ്സാണ് ഈ കവിതയിൽ പ്രകടമാക്കുന്നത്. കിളിയോടുള്ള സ്നേഹവും പ്രകൃതിയോടുള്ള അടുപ്പവുമാണ് കവിതയുടെ പ്രധാന ആശയം. മഴയും കാറ്റും പൂനിലാവും കിളിക്കൂട്ടവുമെല്ലാം ചേർന്ന് മനോഹരമായ ഒരു പ്രകൃതി ദൃശ്യം കവി നമ്മുടെ മുന്നിൽ വരച്ചു കാട്ടുന്നു. ആദ്യ വരികളിൽ വിളിച്ചാൽ വരാറുള്ള കിളിക്കുഞ്ഞിനോട് മഴത്തുള്ളികളുടെ ശബ്ദം പഠിക്കാനുണ്ടോ എന്ന് കവി ചോദിക്കുന്നു. കേക്കുനിന്ന് പെയ്തു തോരുന്ന മഴയുടെ ശബ്ദം കിളിക്കൂട്ടിൽ കാതോർത്തു കേൾക്കുന്ന കിളിയെയാണ് അടുത്ത വരികളിൽ കാണുന്നത്. വടക്കുനിന്ന് പറന്നെത്തുന്ന കിളിക്കൂട്ടം വിരുന്നെത്തുന്ന സായാഹ്നത്തിനായി കിളി കാത്തിരിക്കുന്നതും കവി ഭാവനയിൽ അവതരിപ്പിക്കുന്നു. അവസാനം പടിഞ്ഞാറ് നിന്ന് വീശുന്ന കടൽക്കാറ്റിന്റെ താളവും കുളിർ പകരുന്ന പൂനിലാവിന്റെ സൗന്ദര്യവും കിളി ആസ്വദിക്കുന്നതായി കവി പറയുന്നു. മയത്തുള്ളി ചിഞ്ചിലങ്ങൾ, മയപ്പാട്ടിൻ മുഴക്കങ്ങൾ, കടൽക്കാറ്റിന്റെ താളമേളം, കുളിർ പെയ്യും പൂനിലാവ് തുടങ്ങിയ പ്രയോഗങ്ങൾ കവിതയ്ക്ക് ഏറെ ഭംഗി നൽകുന്നു. മഴ, കാറ്റ്, നിലാവ്, കിളികൾ എന്നിവയ്ക്ക് ജീവൻ നൽകിയതുപോലെയുള്ള കാവ്യഭാവനയും കവിതയുടെ പ്രത്യേകതയാണ്. ലളിതവും മധുരവുമായ ഭാഷയാണ് കവി ഉപയോഗിച്ചിരിക്കുന്നത്. പടിഞ്ഞാറൻ കടൽക്കാറ്റത്തിരുമ്പുന്ന താളമേളം കുളിർ പെയ്യും പൂനിലാവിൽ ലയിക്കാറുണ്ടോ എന്ന വരിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കടൽക്കാറ്റിൻ്റെയും പൂനിലാവിൻ്റെയും മനോഹരമായ ദൃശ്യം മനസ്സിൽ തെളിയിക്കുന്നതിനാലാണ് ഈ വരി എനിക്ക് ഇഷ്ടപ്പെട്ടത്. മൊത്തത്തിൽ പ്രകൃതിയുടെ സൗന്ദര്യവും അതിനോടുള്ള സ്നേഹവും ആസ്വാദനവും പങ്കുവെക്കുന്ന മനോഹരമായ കവിതയാണ് ഇത്. മഴയും കാറ്റും കിളികളും നിലാവും ഒക്കെ ചേർന്ന പ്രകൃതിയുടെ സംഗീതം ആസ്വദിക്കാൻ ഈ കവിത നമ്മെ പ്രേരിപ്പിക്കുന്നു. സോ ഇത്രയുമാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്കൊരിക്കലും ഇതേ കവിത തന്നെ എക്സാമിന് വരണം എന്നില്ല. പുറത്ത് നിന്ന് മറ്റെന്തെങ്കിലും കവിതയായിരിക്കും വരിക. സോ എങ്ങനെയാണ് ഏതൊരു കവിത നൽകിയാലും ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പറ്റുക എന്ന് നിങ്ങൾ പഠിച്ചിരിക്കണം. അടുത്തത് 5-ാമത്തെ ചോദ്യം ലഘുപന്യാസം തയ്യാറാക്കാനാണ്. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും. കുഞ്ഞുണ്ണി മാഷ്. ഈ വരികൾ നമുക്ക് പരിചിതമാണ് അല്ലേ? വായിക്കുന്നതും അറിവ് നേടുന്നതും നമ്മുടെ എല്ലാം ജീവിത വിജയത്തിന് കാരണമാകുന്നില്ലേ? വായനയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ ലഘു ഉപന്യാസം തയ്യാറാക്കുക. ഉപന്യാസം എന്ന് പറഞ്ഞാൽ നമുക്ക് നൽകിയിട്ടുള്ള ഈ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ വിവരിച്ചുകൊണ്ട് പാരഗ്രാഫുകളായിട്ട് എഴുതുന്നതിനാണ്.
ഉത്തരം എഴുതാം. വായിച്ചാലും വളരും, വായിച്ചില്ലെങ്കിലും വളരും, വായിച്ചാൽ വിളയും, വായിച്ചില്ലെങ്കിൽ വളയും എന്ന കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ വായനയുടെ പ്രാധാന്യം വളരെ ലളിതമായി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യൻ വളരുന്നതോടൊപ്പം അവന്റെ അറിവും വളരണം. അതിന് വായന വളരെ പ്രധാനമാണ്. പുസ്തകങ്ങൾ വായിക്കുന്നതിലൂടെ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാനും കൂടുതൽ അറിവ് നേടാനും കഴിയും. കഥകൾ, കവിതകൾ, ജീവചരിത്രങ്ങൾ, ശാസ്ത്ര പുസ്തകങ്ങൾ തുടങ്ങിയവ വായിക്കുമ്പോൾ നമ്മുടെ ചിന്താശേഷിയും ഭാവനയും വളരുന്നു. നല്ല പുസ്തകങ്ങൾ നല്ല ശീലങ്ങളും നല്ല ചിന്തകളും നമ്മിൽ വളർത്തുന്നു. വായന നമ്മുടെ ഭാഷ മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. പുതിയ വാക്കുകൾ പഠിക്കാനും നല്ല രീതിയിൽ സംസാരിക്കാനും എഴുതാനും വായനയിലൂടെ സാധിക്കും. ഒഴിവു സമയം മൊബൈൽ ഫോണിലും മറ്റും ചെലവഴിക്കുന്നതിനു പകരം കുറച്ചു സമയം പുസ്തകങ്ങൾ വായിക്കുന്നത് വളരെ നല്ല ശീലമാണ്. അറിവ് നേടാനും നല്ലൊരു വ്യക്തിയായി വളരാനും വായന നമ്മെ സഹായിക്കുന്നു. അതുകൊണ്ട് കുട്ടിക്കാലം മുതൽ തന്നെ ദിവസവും കുറച്ചു സമയം വായനയ്ക്കായി മാറ്റിവെക്കണം. വായന അറിവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലാണ്. ഇത്രയുമാണ് നമ്മൾ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ളത്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ അവസാനത്തെ ചോദ്യമാണ് വായനക്കുറിപ്പ്. ശന്തനുവിന്റെ പക്ഷികൾ എന്ന പാഠഭാഗം വായിച്ചല്ലോ. പ്രകൃതിയിലെ കൗതുകകരവും മനോഹരവും മായികവുമായ കാഴ്ചകൾ, വിവരണങ്ങൾ നിറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ. അതുപോലെ നിങ്ങൾ വായിച്ച ഏതെങ്കിലും കഥയുടെ വായനക്കുറിപ്പ് തയ്യാറാക്കുക. സോ നിങ്ങൾ വായിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ വായനാക്കുറിപ്പാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമുക്ക് എഴുതാം. ഞാൻ വായിച്ച കഥയാണ് പാത്തുമ്മയുടെ ആട്. പ്രശസ്ത മലയാള എഴുത്തുകാരനായ വൈക്കം മുഹമ്മദ് ബഷീറാണ് ഈ കഥ എഴുതിയത്. പാത്തുമ്മയും അവളുടെ ആടും ബഷീറും കുടുംബാംഗങ്ങളുമാണ് കഥയിലെ പ്രധാന കഥാപാത്രങ്ങൾ. പാത്തുമ്മയുടെ വീട്ടിലെ രസകരമായ സംഭവങ്ങളാണ് കഥയിൽ പറയുന്നത്. പാത്തുമ്മയുടെ ആട് വീട്ടിലെ പല സാധനങ്ങളും തിന്നുകയും വീട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. ആടിന്റെ രസകരമായ പ്രവൃത്തികളും വീട്ടുകാരുടെ പ്രതികരണങ്ങളും കഥയെ വളരെ രസകരമാക്കുന്നു. പാത്തുമ്മയുടെ ആടിന്റെ വികൃതികളും വീട്ടിലെ രസകരമായ സംഭവങ്ങളുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ലളിതമായ ഭാഷയും നർമ്മം നിറഞ്ഞ അവതരണവുമാണ് കഥയുടെ പ്രത്യേകത. കഥ വായിക്കുമ്പോൾ പല ഭാഗങ്ങളിലും ചിരി വരികയും കഥാപാത്രങ്ങളെ അടുത്തറിയുന്നത് പോലെ തോന്നുകയും ചെയ്തു. കുടുംബജീവിതത്തിലെ ചെറിയ സംഭവങ്ങളിൽ പോലും സന്തോഷവും നർമ്മവും കണ്ടെത്താൻ കഴിയുമെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലളിതമായ ജീവിതത്തെ വളരെ രസകരമായി അവതരിപ്പിച്ചിരിക്കുന്നതിനാൽ പാത്തുമ്മയുടെ ആട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട കഥയാണ്. സോ ഇത്രയുമാണ് നമ്മൾ വായനാക്കുറിപ്പ് എഴുതിയിട്ടുള്ളത്. വായനാക്കുറിപ്പ് എഴുതുമ്പോൾ എഴുതിയത് ആര്, ബുക്കിൻ്റെ പേര്, അതിലുള്ള കഥാപാത്രങ്ങളുടെ പേര്, കഥയുടെ ചുരുക്കം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണം, ഇവയൊക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതിയിരിക്കണം. സോ ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചോദ്യങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. പിന്നെ നെക്സ്റ്റ് ഏത് സബ്ജക്റ്റിൻ്റെ വീഡിയോ വേണമെന്ന് കൂടി നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു.